നീ താമസിക്കുന്ന വീടെത്തി. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നാളെ കോളേജിൽ ചെല്ലുന്നത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാവരുത്. ഒരു ലോങ് ലീവ്. അതിന് സമ്മതിച്ചില്ലെങ്കിൽ റെസിഗ്നേഷൻ ലെറ്റർ എഴുതി കൊടുത്തേക്കണം. ഒരു ജോലിയുടെ ആവശ്യം നിനക്കിപ്പോ ഇല്ല. അനുസരിക്കാതിരുന്ന ഒരു പക്ഷെ ഒരാളുടെ മരണത്തിന് പോലും നീ ഉത്തരം പറയേണ്ടി വരും. ഞാൻ തിരിച്ചു പോകുമ്പോ ഒപ്പം നീയും ഉണ്ടാവണം. അതിന് നീ സമ്മതിച്ചു എന്ന് ഞാൻ നിന്റെ ഡാഡിയെ വിളിച്ച് പറയാൻ പോവാ. ചെല്ല്. താര ജോയിൻ ചെയ്തില്ലേ? ഇല്ല. കോളേജിലെത്തും മുമ്പേ റോണി വന്നു. റോണി എന്തു പറഞ്ഞു? ഞാൻ തിരിച്ചു ചെല്ലണമെന്ന്. ഡാഡിക്കും അത് ആവശ്യം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ താരയ്ക്കിപ്പോ ഇങ്ങനൊരു ജോലിയുടെ ആവശ്യമുണ്ടോ? അവരുടെയൊക്കെ ഇഷ്ടം അതാണെങ്കിൽ തിരിച്ചു പൊയ്ക്കൂടെ? നിന്റെ കല്യാണം, ഒരു ജീവിതം, ഇതൊക്കെ അവരാഗ്രഹിക്കുന്നത് നിനക്ക് വേണ്ടിയല്ലേ? ശ്രമിച്ചാൽ മറക്കാൻ പറ്റാത്ത ഒന്നുമില്ല. അതും നല്ലൊരു കാര്യത്തിന് വേണ്ടിയാവുമ്പോ പെട്ടെന്ന് പറ്റും. നീ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ എന്റെ തലയ്ക്ക് മുകളിലുണ്ട് പവിത്ര. ഞാൻ പറഞ്ഞതിലും നീ അറിഞ്ഞതിലും അധികമായ ഒരുപാട് കാര്യങ്ങൾ. ഈ ഒരു ട്രാൻസ്ഫർ പോലും മനഃപൂർവ്വം ഞാൻ വാങ്ങിയെടുത്തതാ. താൽക്കാലികമായൊരു രക്ഷപ്പെടൽ. ഇങ്ങനെയുള്ള ഓരോ രക്ഷപ്പെടലും അവസാനം എന്നെ വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളൂ. ഇതെങ്കിലും അങ്ങനെ ആകാതിരിക്കണമെന്ന എന്റെ പ്രാർത്ഥന. പെട്ടെന്നൊരു തിരിച്ചുപോക്ക് എന്തായാലും എനിക്ക് പറ്റില്ല. പിന്നെ നാളെ തന്നെ ജോയിൻ ചെയ്യണം. വരുന്നത് വരട്ടെ. ഹലോ. ഹലോ. സാർ, ഞാൻ സാറിനെ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു. ആ കുട്ടി എത്തിയിട്ടുണ്ട് സാർ. താര മാനുവൽ. എന്നിട്ട് എവിടെ? പ്രിൻസിപ്പലിന്റെ മുറിയിലുണ്ട്. സാറ് സംശയിക്കുന്ന പോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി ഇന്ന് ജോയിൻ ചെയ്യാൻ വരുമായിരുന്നോ സാർ? സംഭവിച്ചതൊക്കെ കൂട്ടിക്കഴിച്ച് നോക്കുമ്പോ എന്റെ സംശയങ്ങൾക്കാണ് മുൻതൂക്കം. അതല്ലെന്ന് തെളിയിക്കേണ്ടത് ആ കുട്ടിയാണ്.